ഹലോ, ഹൗ ആർ യു? നിങ്ങൾ സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വീഡനിലേക്ക് വന്നിട്ട് കുറച്ച് നാളായിരുന്നു. നമ്മളിപ്പം നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനൊന്നും അല്ല. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പം നമുക്ക് ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനല്ല ഇവിടെ ഉള്ളത്. പിന്നെ സെൻട്രൽ യൂറോപ്പ് വേറൊരു ഇത്തിരി കൂടെ ഭേദമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം നമുക്ക് തണുപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു സ്കിൻ ടെക്സ്ചർ ഒരിക്കലും അതുമായിട്ടൊന്നും മാച്ചിങ് ആയിട്ടുണ്ടാവില്ല. അപ്പം അതിന് തന്നെ കുറേ സമയം എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ യൂസ് ചെയ്ത ഒരു പ്രോഡക്ട്സും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് കണ്ടുപിടിക്കണം എന്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ കുറേ ചെറിയ ചെറിയ പ്രോഡക്ട്സുകൾ മാറ്റി നോക്കി. കുറേ നാൾ നാട്ടിലേ നോക്കി. പക്ഷേ അതപ്പം ക്ലൈമറ്റ് ട്രാൻസിഷൻസ് വരുമ്പോൾ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എൻ്റെ സ്കിൻ ഭയങ്കര അലർജിക്കാണ്. അപ്പം ഈ ട്രാൻസിഷൻ ടൈംസിലൊന്നും എനിക്ക് എന്താ പറയുക സർവൈവ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ പ്രോഡക്ട്സ് മാറ്റി നോക്കി. പക്ഷെ അപ്പം എന്നിട്ടും എന്താ പറയണേ കുറേ കഷ്ടപ്പെട്ടു ഞാൻ. കുറേ അലർജികൾ വരുന്നു, അത് ഇത് അങ്ങനെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കും. എന്നാൽ പോലും കുറേ കഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ പ്രോഡക്ട്സ് മാറ്റി നോക്കി. അങ്ങനെയാണ് ഞാൻ കൊറിയൻ പ്രോഡക്ട്സിലേക്ക് എത്തുന്നത്. ആക്ച്വലി എല്ലാവർക്കും കൊറിയൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്കും അങ്ങനെയാണ്. അങ്ങനെയാണ് ഞാൻ കൊറിയൻ പ്രോഡക്ട്സിലേക്ക് എത്തുന്നത്. കൊറിയൻ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പുഞ്ചിരിയായിരിക്കും, എനിക്കറിയാം. കുറേ ബ്രാൻഡ്സ് ഉണ്ട് കൊറിയൻ പ്രോഡക്ട്സിൽ. കോസറക്സ് ഉണ്ട്, അനുവ ഉണ്ട്, മെഡിക്യൂബ് ഉണ്ട്, ലൈഫ് ഓഫ് ജോസിയോൺ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പ്രൊണൗൺസിയേഷൻ എൻ്റെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും കറക്റ്റായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തുക. അങ്ങനെ അവർക്ക് എൻ നമ്പർ ഓഫ് ബ്രാൻഡ്സ് ഉണ്ട്, അതിൻ്റെ എൻ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. നമ്മുടെ ഇവിടെ ലൈക്കോ, സ്റ്റോക്ക്ഹോമിൽ ലൈക്കോ എനിക്ക് തോന്നുന്നു എക്രോസ് യൂറോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ലൈക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഔട്ട്ലെറ്റ് ഉണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൊറിയൻ പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ലൈക്കോ ഉള്ള ഭാഗത്തേക്ക് പോകുമ്പം അങ്ങോട്ട് പോകുമ്പോഴും ഒന്ന് കയറും, ഇങ്ങോട്ട് വരുമ്പോഴും ഒന്ന് കയറും. അവരുടെ സൈറ്റിലും അത് തന്നെ. ഇന്ന് രാവിലെ ഒന്ന് കയറും, വൈകിട്ടും ഒന്ന് കയറും. വേറെ ഒന്നും കൊണ്ടല്ല, എപ്പോഴാണ് ഓഫർ വരുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. അതും കൊല്ലം കിഡിലെ ഓഫറായിരിക്കും. ഇവിടെ ഈ സാധനങ്ങൾക്ക് ഭയങ്കര വിലയായിരുന്നു. പൊതുവെ കൊറിയൻ പ്രോഡക്ട്സിന് വിലയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് യൂറോപ്പിലാകുമ്പോൾ സാധനങ്ങൾക്ക് കുറച്ചുകൂടെ നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്നതിൽ അവൈലബിലിറ്റിയിലും കുറച്ച് ഒരു വലിയ വ്യത്യാസം എനിക്ക് മാർജിനിൽ തോന്നാറില്ല, എന്നാൽ പോലും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഓഫേഴ്സ് കിട്ടുന്ന എപ്പോഴാണോ അപ്പം വാങ്ങാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ കൊറിയൻ പ്രോഡക്ട്സ് വാങ്ങിയിരിക്കുന്നത് ഓഫർ ടൈമിലാണ് കേട്ടോ. ഞാൻ അങ്ങനെ അവരുടെ സൈറ്റിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ചാറ്റ് ചെയ്ത് ചോദിക്കാവുന്നത്. അപ്പം ഞാൻ ആ ചാറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ക്വറീസ് എല്ലാം ഞാൻ വെരിഫൈ ചെയ്തിട്ടാണ് ഞാൻ ഷോപ്പിലേക്ക് പോകാറുള്ളത്. ഷോപ്പിലാണോ കിട്ടുന്നത്, ഓൺലൈനാണോ കിട്ടുന്നത്, നമുക്ക് അറിയണമല്ലോ. അപ്പം നമുക്കിനിയും പ്രോഡക്ട്സ്. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്ട്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോസറക്സിൻ്റെ അഡ്വാൻസ് നെയിൽ 96 മ്യൂസിൻ പവർ എസൻസ്. അപ്പോൾ ഇത് ഒരുമാതിരിപ്പെട്ട, എനിക്ക് തോന്നുന്നു ഇത് യൂസ് ചെയ്യാത്തവരായിട്ടുള്ളൊരു വളരെ ചുരുക്കമായിരിക്കും ഒരു പ്രാവശ്യയിലും. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. എനിക്ക് ഇന്ത്യയിൽ വെച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ഒരു മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് യൂസായി. അപ്പം ഇതാണ് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആണ്. ഞാനിപ്പോൾ ബാക്കി ക്രിയേറ്റേഴ്സ് കാണിക്കുന്ന പോലെ ഇതൊന്ന് ഇട്ട് കാണിക്കണോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എന്നാൽ പോലും ഇതാണ് ടെക്സ്ചർ, കണ്ട. ഭയങ്കര ഹൈഡ്രേഷൻ തരുന്ന ഒരു സംഭവമാണ് പവർ എസെൻസ് എന്ന് പറയുന്ന. ആ പവർ എസെൻസിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇത് ഇട്ടാൽ പോലും കുറേ നേരത്തേക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു നമുക്ക് തൊടുമ്പോൾ അറിയാം. ഇങ്ങനെ നമ്മൾ മേക്കപ്പ് ഇട്ടാൽ പോലും ഇങ്ങനെ തൊടുമ്പം നമുക്ക് അറിയാൻ പറ്റും അത് ഇട്ടേക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്. ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇതിൻ്റെ തന്നെ നമ്മുടെ ഓൾ ഇൻ വൺ ക്രീമുണ്ട്. നമുക്കിത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഓൾ ഇൻ വൺ ക്രീം. ഇത് നമുക്ക് പാക്കേജ് ഇങ്ങനെയാണ് വരുന്നത്, കണ്ട. ഓൾ ഇൻ വൺ ക്രീമാണ് ഇത്. നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസറിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. മറ്റേ പവർ എസെൻസ് കാണിച്ചില്ലേ, അതേപോലെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഇതും. ഭയങ്കര നല്ലതാണ് കേട്ടോ.
കാരണം ഇതും പവർ എസൻസും ഇതും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീം ഹൈഡ്രേഷൻ ടൈമുകൾ എക്സ്ട്രീം ആയിട്ട് ഡ്രൈ ആകുന്ന സമയങ്ങളിൽ ഇത് രണ്ടും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ കൂടുതലും ഇത് മോർണിംഗ് ആൻഡ് ഈവനിങ് യൂസ് ചെയ്യുന്നുണ്ട്. പവർ എസൻസ് മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. ഇനിയും അടുത്ത പ്രോഡക്റ്റാണ് കോസറക്സിൻ്റെ അഡ്വാൻസ് സ്നെയിൽ പെപ്റ്റൈഡ് ഐ ക്രീം. സ്നെയിൽ പെപ്റ്റൈഡ് ഐ ക്രീം ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട്സ് ഞാൻ ഇതിൽ വെച്ചേക്കാം. അപ്പം ഇതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വേറൊരു ബ്രാൻഡിൻ്റെ ഒരു ക്രീമാണ് യൂസ് ചെയ്തത്. അതിന് ശേഷം ഐ ക്രീം അതെനിക്ക് എന്തോ ഒരു ചെറിയ അലർജിക്കായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അന്ന് കഴിഞ്ഞാണ് ഇതിലേക്ക് മാറിയത്. മറ്റേ ഓൾ ഇൻ വൺ ക്രീമും നമ്മുടെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര എന്താ പറയണേ, ഭയങ്കര ലൈറ്റാണ്. ഈ കോസറക്സ് എല്ലാം ഭയങ്കര ലൈറ്റാണ്. അപ്പം നല്ല ഡാർക്ക്നെസ് ഉള്ളവർക്ക് ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഇനി ഇവിടെ നമുക്ക് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു, സമ്മർ തുടങ്ങാൻ പോവാണ്. അപ്പം നമുക്ക് ഏറ്റവും വേണ്ട ഒരു സാധനമാണ് ഇതാണ് അലോവേറ സൂത്തനിങ് സൺസ്ക്രീനാണ്. SPF 50 ആണ്. ഭയങ്കര നല്ലതാണ്. എനിക്കിവിടെ വന്ന് കുറേ ക്രീമുകളൊന്നും യൂസ് ചെയ്തിട്ട് ഒട്ടും എഫക്റ്റീവായിട്ട് തോന്നിയില്ല. എനിക്കങ്ങ് സൺബേൺ കൂടുതൽ അടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഭയങ്കര നല്ലതാണ്. ഇത് ഇട്ടതായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കോസറക്സ് നോർമലി ലൈറ്റ് വെയ്റ്റ് ആണ്, അതുകൊണ്ട് ഇട്ടതായിട്ട് തോന്നുകയില്ല. പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ്. SPF 50 ഉണ്ട്. അപ്പം റീയൂസ് ചെയ്യണം. എന്നാൽ പോലും ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ നമുക്കിതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഗ്ലാസ് വയ്ക്കുന്നുണ്ടാവും, ഹാറ്റ് വയ്ക്കുന്നുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ നാട്ടിലാണ് നമ്മൾ കുട എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വണ്ടിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാം. ഇനി അടുത്ത പ്രോഡക്റ്റാണ് നമ്മൾ ബയോറേഡിയൻസിൻ്റെ ഷീറ്റ് മാസ്ക് കണ്ടിട്ടുണ്ടാവും, കൊളാജൻസ് ഷീറ്റ് മാസ്ക്. അതുപോലെ തന്നെ നമ്മുടെ കോസറക്സിൻ്റെ ഷീറ്റ് മാസ്ക് ആണ് ഈ സംഭവം. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്ക് ഓഫ് 3 ആണ് വരുന്നത്. ഇത് നമ്മൾ ഇട്ടിട്ട് ഒരു മിനിമം 3 hours എന്നാണ് പറയുന്നത്. നൈറ്റിൽ ഇട്ടിട്ട് നെക്സ്റ്റ് മോർണിംഗിലേക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബയോറേഡിയൻസിൻ്റെ പരസ്യം കാണത്തില്ലേ, ആകെ വൈറ്റ് ആയിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അത് ട്രാൻസ്പെറൻ്റ് ആവുന്നു. ഇത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. എനിക്ക് ബയോറേഡിയൻസിനെക്കാട്ടിലും എഫക്റ്റീവായിട്ട് തോന്നി. അപ്പം ഞാൻ വിലയൊന്നും ഇതിൻ്റെ പറയാത്തതിന് കാരണം ഇന്ത്യയിലൊരു വില, ഇവിടെ ഒരു വില, വേറെ സ്ഥലങ്ങളിൽ വേറെ വില, അങ്ങനെയായിരിക്കും. ഈ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ഇത് നമ്മുടെ യൂറോപ്പിൽ എല്ലായിടത്തും ഇത് കിട്ടുന്നുണ്ട്. ഇന്ത്യയിലും കിട്ടുമായിരിക്കും. നമ്മുടെ ഓൺലൈനിൽ ആമസോണിൽ എന്തായാലും ഇത് കിട്ടുമായിരിക്കുമല്ലോ. അടുത്ത പ്രോഡക്റ്റാണ് ഇത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതാണ് നമ്മുടെ പിമ്പിൾ പാച്ച്. ഈ പിമ്പിൾ പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസറക്സിന് 2 ടൈപ്പ് പിമ്പിൾ പാച്ച് ഉണ്ട്. നൈറ്റ് പിമ്പിൾ പാച്ചും ഡേ പിമ്പിൾ പാച്ചും. ഞാൻ ഈ ഡേ പിമ്പിൾ പാച്ചാണ് മേടിക്കുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിളിനും ഒരു കുഴപ്പം പറ്റില്ല. നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് പെയിൻ എടുക്കുകയോ ഒന്നുമില്ല. ഞാൻ കുറേ ഇവിടുത്തെ പിമ്പിൾ പാച്ചസ് വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്ത പല പിമ്പിൾ പാച്ചസും വെച്ചിട്ട്. പക്ഷെ അതൊന്നും കൂട്ടാൽ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ എടുക്കും. ആ ഒരു പിമ്പിളിനുള്ള ഒരു പെയിൻ ഉണ്ടല്ലോ നമുക്ക്, അതെന്തായാലും എടുക്കും. പക്ഷേ ഈ സാധനം ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇത് പെയിൻ എടുക്കുകയില്ല. അവിടെ ആ സാധനം ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മളത് പാച്ച് വെച്ചിട്ട് നമ്മൾ എന്താ പറയണേ, മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് ഏത് സാധനമായാലും നിങ്ങൾക്കിത് കാണാമെന്ന് തോന്നുന്നു. ഇതാണ് ഓരോ പിമ്പിൾ പാച്ച്. കണ്ടോ, ഇതാണ് പിമ്പിൾ പാച്ച്. അപ്പം അങ്ങനെ 18 പാച്ചസാണ് ഒരു പാക്കറ്റിന് ഉണ്ടാവുക. ഞാൻ കോസറക്സിൻ്റെ ഒരു ജാഥ നടത്തിയിട്ട് നിങ്ങൾ ഓർക്കും വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ലേന്ന്. ഇതാണ് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അനോയുടെ 10% നിയാസിറമായിട്ട് സിറം. ഭയങ്കര സംഭവമാണ്. എനിക്ക് ഓൾ ഡേ ക്രീമും സൺസ്ക്രീനും എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് തോന്നിയോ
അതിനൊരു പടി കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 2% നിയാസിയാമൈഡ് ഉണ്ട്, വൈറ്റ് കളറിൽ വരും. അത് കഴിഞ്ഞാൽ ഈ 10%, ഇനി എബവ് 10% ഉള്ളതും ഉണ്ട്. അപ്പം ഇനിഷ്യലി തുടങ്ങുന്നവർ ആ 2%, അല്ലാതെ ഡയറക്റ്റ് ഇത് വെച്ച് തുടങ്ങരുത്. ഇതാണ് അനുവയുടെ. ഞാൻ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഞാൻ ഫ്രണ്ട് ക്യാം വെച്ച് എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് തിരിഞ്ഞായിരിക്കും തോന്നുന്നത്, പക്ഷേ ഞാൻ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇത്രൂടെ മനസ്സിലാവും. ഇതും ഭയങ്കര കണ്ട, ഭയങ്കര ലൈറ്റാണ്, കണ്ട. ഭയങ്കര ലൈറ്റാണ്. എന്താ പറയണേ, ഇത്തിരി എക്സ്പെൻസീവാണ്. കോസറക്സ് കൂട്ടല്ല അനുവ. പക്ഷേ സാധാരണ ഒരു സിറം മേടിച്ചിട്ട് നമ്മൾ 2 ബോട്ടിൽ യൂസ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് മതി ഇതിന് 1 ബോട്ടിൽ. അത്രയും കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാനുള്ളതെന്നുള്ളത്. അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. സാധാരണ വേറൊരു സിറം മേടിച്ച് നമ്മൾ 2-3 മാസം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് വർത്തുണ്ട്. അതുകൊണ്ട് ഇത് പിന്നെ എന്ന് ലാസ്റ്റ് കാണിക്കുന്നത് ലൈഫ് ജോസിയോൻ്റെ ഐ ക്രീമാണ്. ഇത് റെറ്റിനോൾ ഐ ക്രീമാണ്. ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തേക്കാം. ഇത് ഭയങ്കര വൈറലാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരുണ്ടല്ലോ, അവരായിട്ടുള്ള കൊറിയൻ, ചൈനീസ് ആരിനോട് ചോദിച്ചാലും അവർ ഇതേ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. പക്ഷേ ഞാനും റെറ്റിനോൾ സിറവും തമ്മിൽ വലുതായിട്ട് ചേരില്ല. അപ്പോൾ ഇതിൽ റെറ്റിനോൾ ഉണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്തിരി അലർജിക് ആയത്. അതുകൊണ്ട് ഞാൻ കറക്റ്റ്ലി ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ കൂട്ട് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുകാർ എനിക്ക് പാച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് പ്രോഡക്റ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നം വന്നത്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ സ്നെയിൽ പെപ്റ്റൈഡ് ക്രീം ഇതേ റെക്കമെൻഡ് ചെയ്യുള്ളൂ എല്ലാ മനുഷ്യർക്കും. കോസറക്സിൻ്റെ ഇത് ഭയങ്കര എഫക്റ്റീവാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് എഫക്റ്റീവ് ആക്കാത്തതുകൊണ്ട് എനിക്ക് പറയാനൊക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതെ, ഇത്രയും പ്രോഡക്ട്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇതിൽ പലതും നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇല്ലാത്തവർ നിങ്ങൾക്ക് പറ്റുന്ന പ്രോഡക്ട്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ടയർഡായി പോയ ഒരാളാണ്. അപ്പം പിന്നെ ഒത്തിരി ഒരു എമൗണ്ട് നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും പാടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് നാട്ടിലായാലും എനിക്ക് തോന്നുന്നു കോസറക്സ് എപ്പോഴും ഓഫേഴ്സ് തരാറുണ്ട്. അങ്ങനെ ഓഫേഴ്സ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പറ്റുന്ന പ്രോഡക്ട്സ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട്, ഇതെല്ലാവരും മേടിച്ച് യൂസ് ചെയ്യണമെന്ന് ഞാനങ്ങ് ഇതായിട്ട് പറയുമൊന്നുമല്ല. പക്ഷേ എനിക്ക് എഫക്റ്റീവ് ആയപ്പം എനിക്ക് തോന്നി നിങ്ങൾക്കൂടെ ഇത് റെക്കമെൻഡ് ചെയ്യണമെന്നുള്ളത്. കാരണം ഇതിൽ അപ്പം ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ മേടിച്ച് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണമെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ചിലരുണ്ടല്ലോ, നമുക്ക് എന്നാൽ കൊറിയൻ പ്രോഡക്ട്സിലേക്ക് മാറാം, അല്ലെങ്കിൽ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അത് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഫ്രീഡമാണ്. അതിൽ വേറെ ഒരു ബ്ലോഗറെയോ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്ററിനെ ഒന്നും നോക്കി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ ഫ്രീഡമാണ് നിങ്ങൾ യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഇത് ഞാൻ കൊറിയൻ പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവരെനിക്ക് ഇതിലൊരു റിഡക്ഷനും തരുന്നില്ല. ഞാൻ ഓഫറുള്ള സമയത്ത് നമ്മളുടെ കയ്യിലുള്ള പൈസ ചിലവാക്കി മേടിക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പം ഇനിയും വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പം ഞാൻ കൂടുതൽ ഇൻസ്റ്റഗ്രാമിലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ഇറങ്ങി ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.